ശരി, അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, നിങ്ങൾക്ക് പാർട്ടിയിലേക്ക് ആളുകളെ എടുക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? ഇപ്പോൾ സ്ത്രീ പീഡന, ലൈംഗിക പീഡന ആരോപണത്തിൽപ്പെട്ടവരായാലും പോട്ടെ, ഇനി അതല്ല ഇപ്പോൾ സാമ്പത്തിക തിരിമറി ആരോപണത്തിൽപ്പെട്ടവരായാലും പോട്ടെ, മറ്റു പാർട്ടിയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് പോന്നോട്ടെ എന്നതാണോ? അങ്ങനെയാണോ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് CPM വിട്ട് BJPയിൽ ചേരുന്നത് വരെ ബിപിൻ സി ബാബുവിന്റെ പേരിൽ കേസൊന്നും ഇല്ലായിരുന്നു. ഇനി കേസൊക്കെ വരും. അല്ല, കേസൊക്കെ ഉണ്ട്. ബിപിൻ സി ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട് കോടതിയുടെ മുന്നിലാണ്. അതെ, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ കേസൊക്കെ എന്ന് പറയുന്നത് ആരെ പേരിൽ അവിടെ കേസില്ലാത്തത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഒരു പൊതുപ്രവർത്തകൻ വരുമ്പോൾ അല്ല, എന്തായാലും എന്താന്ന്, ഇവിടെ ഭാര്യ കേസ് കൊടുത്ത ആൾ മന്ത്രിയായില്ലേ? ആ കഥയൊക്കെ ഓരോരുത്തരുടെ വീട്ടിലത്തെ കാര്യമൊക്കെ ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണം. പലരുടെയും വീട്ടിൽ പലതും നടക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മൾ പൊതുവായി ചർച്ച ചെയ്യണ്ട, വിട്ടേക്ക്. വീട്ടിലത്തെ കാര്യം പറയണ്ട. വീട്ടിലത്തെ കാര്യം പറയാനല്ലല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. നാട്ടിലെ കാര്യവും പൊതുപ്രവർത്തന രംഗത്തെ കാര്യവും പറയാനല്ലേ. അപ്പോൾ നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആളുകൾ മാറി വേറെ രാഷ്ട്രീയ പാർട്ടികളിൽ പോകുന്നതിൽ വലിയ അസ്വാഭാവികമായ ഒന്നുമില്ല. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി അരുണിൻ്റെ നേതാവ് പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. അഭിപ്രായം എന്താ അറിയോ? അഭിപ്രായം ഇരുമ്പൊലക്കയല്ല. EMS നമ്പൂതിരിപ്പാട് പറഞ്ഞതാണ്. അഭിപ്രായം എന്ന് പറയുന്നത് ഇരുമ്പൊലക്കയല്ല. അപ്പോൾ അഭിപ്രായം മാറാമെന്ന്, ആളുകൾക്ക് കാഴ്ചപ്പാട് മാറാം. ആളുകൾ ഇപ്പോൾ ഞാനൊരു വലിയ ഉദാഹരണം പറയാം. മാധവറാവ് സിന്ധ്യ ജനസംഘത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് രാജ്മാത വിജയരാജ് സിന്ധ്യ കോൺഗ്രസ്സിലായിരുന്നു. പിന്നീട് വിജയരാജ് സിന്ധ്യ ജനസംഘത്തിലും ജനതാ പാർട്ടിയിലും BJPയിലും വന്നു. മാധവറാവ് സിന്ധ്യ കോൺഗ്രസ്സിൽ പോയി. ഇന്ന് മാധവറാവ് സിന്ധ്യയുടെ മകൻ ഒരുപാട് കാലം കോൺഗ്രസ്സിലുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ സഹമന്ത്രിയൊക്കെ ആയിരുന്ന ആൾ ഇന്ന് BJPയുടെ കേന്ദ്രമന്ത്രിയാണ്. ഇതൊക്കെ സ്വാഭാവികമാണ്. കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന അസമിലെ ഹെമന്ത ബിശ്വ ശർമ്മ ഇന്ന് BJPയുടെ മുഖ്യമന്ത്രിയാണ്. ബീരൻ സിംഗ്, മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻ സിംഗ് BJP കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രിയായിരുന്നു മന്ത്രിസഭയിൽ. ഇന്ന് അദ്ദേഹം BJPയുടെ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഈ രാജ്യത്ത് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാഷ്ട്രീയം മാറാറുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. ഈ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, DMK കേന്ദ്രത്തിൽ BJPയുമായി സഹകരിച്ചിട്ട് കേന്ദ്ര സർക്കാരിൽ പങ്കാളിയായിട്ടില്ലേ? ADMK ആയിട്ടില്ലേ? അതൊക്കെ സ്വാഭാവികമാണ്. കുമാരസ്വാമി കോൺഗ്രസുമായി സഹകരിച്ച് മുഖ്യമന്ത്രിയായിട്ടില്ലേ? ഇപ്പോൾ അദ്ദേഹം മോഡിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയല്ലേ? ലാൽകൃഷ്ണ അഡ്വാനിജി പറഞ്ഞ ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയത്തിന് ശത്രുക്കളില്ല, എതിരാളികളേ ഉള്ളൂ. രാഷ്ട്രീയത്തിന് ശത്രുക്കളൊന്നുമില്ല. ഇന്ത്യ പാകിസ്ഥാനൊന്നുമല്ല നമ്മളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും. അപ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയ അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ ആളുകൾ പാർട്ടി വിട്ട് വേറെ പാർട്ടി പോകും. പിന്നെ ഒരു പാർട്ടി വിടാൻ കാഴ്ചപ്പാട് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ആ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അവിടെ ഉണ്ടായ ചില പോകാൻ പറ്റാത്ത സാഹചര്യം, അതൊക്കെ ആയിരിക്കാം, സ്വാഭാവികമാണ്. പലതുമാവാം, പല വിഷയങ്ങളുമാവാം. ആരും രാഷ്ട്രീയത്തിൽ വരുന്നത് മോക്ഷം കിട്ടാനല്ല. ഒരുപാട് കസേരകൾ ഇങ്ങനെ കിടക്കുകയാണോ വരുന്നവർക്കൊക്കെ കൊടുക്കാൻ? അല്ല, ഞങ്ങളെ കൈവശം ഉള്ളത് ഓരി വെക്കാം, ഉള്ളത് കൊണ്ട് ഓണം പോലെ ആക്കാം. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇവർക്കൊന്നും വേണ്ടി പുതിയ കസേരയിലൊന്നും ഇരുത്താതിരുന്നോണ്ട് ഒരാൾ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്, വർഗീയത വിട്ട ഒരാൾ പോയിട്ടുണ്ട്. പോയിക്കോട്ടെ എന്ന് ഒരു കുഴപ്പമില്ല. അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. BJPയിൽ നിന്ന് എത്ര ആൾ കോൺഗ്രസ് പോയിട്ടുണ്ട്? BJPയിൽ നിന്നും ഒരുപാട് ആൾക്കാർ, സന്ദീപ് വാര്യർ മാത്രമൊന്നുമല്ല, എത്രയോ ആൾക്കാർ കോൺഗ്രസ് പോയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ മന്ത്രിയായ ആൾക്കാരെ പേര് വരെ പറയാം, തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ, ജനാധിപത്യത്തിൽ, പാർലമെന്ററി ജനാധിപത്യത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. അതായത് പ്രത്യേകിച്ചൊരു മാനദണ്ഡമില്ല അല്ലേ? അതിൽ പ്രത്യേകിച്ചൊരു മാനദണ്ഡമില്ല. പ്രത്യേകിച്ച് ഈ 42 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് ജീവിതം പറയുമ്പോഴും മധു മുല്ലശ്ശേരിക്ക് നല്ല ബന്ധം BJP നേതാക്കളുമായി ഉണ്ടായിരുന്നു എന്നുള്ളത് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ടോ? അല്ല, ഇതിനൊരു മാനദണ്ഡമേ ഉള്ളൂ. എവിടെയാണോ നിൽക്കുന്നത് അവിടെ മര്യാദയ്ക്ക് നിൽക്കുക.
അയാൾ നിൽക്കുന്ന സ്ഥലത്ത് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ അത് വിട്ടുപോവുക. മനസ്സിന് സുഖമില്ലാതെ പരസ്പരം യോജിപ്പില്ലാണ്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് കാര്യമില്ല. ബി ജെ പിയിൽ ഒരാൾക്ക് ബി ജെ പിയുമായി യോജിച്ച് പോകാൻ പറ്റുന്നിടത്തോളം കാലം ഇതിൽ നിൽക്കുക. ബി ജെ പിയുമായി യോജിപ്പ് ഇല്ലെങ്കിൽ, യോജിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ വിഷമം കടിച്ചമർത്തി, അഭിപ്രായ വ്യത്യാസം കടിച്ചമർത്തി, ഇതിൽ മാനസിക പിരിമുറുക്കത്തോടു കൂടി ഇതിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇപ്പോൾ പുതിയ പാർട്ടി അദ്ദേഹത്തിന് യോജിക്കാവുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പോകാം, അല്ലെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. അതൊക്കെ ആ വ്യക്തി തീരുമാനിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന് CPM നിൽക്കാൻ ഇനി താല്പര്യമില്ല, മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. അദ്ദേഹം CPM വിട്ടു. അദ്ദേഹത്തിന് BJP യോജിക്കാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന് വരാം, സ്വാഗതം ചെയ്യുന്നു, അദ്ദേഹത്തെ ഞങ്ങളെ പാർട്ടിയിലെടുക്കും. അത് ഇവിടെ അദ്ദേഹത്തിന് യോജിച്ച് പോകാൻ പറ്റാവുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാം, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ ഇനി നാളെ അയാളെ വെട്ടാനും കുത്താനൊന്നും ആരും പോണ്ട. 51 വെട്ടാനും മഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച കാറൊന്നായിട്ട് ആരും പോണ്ട. അതൊക്കെ വിവരക്കേടാണ്. അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഞങ്ങളെ പാർട്ടിയെ വിട്ടുപോയ കണ്ണൂർ ജില്ലയിലെ പല പ്രമുഖരുമായിട്ടും ഞങ്ങൾക്കിപ്പോഴും സൗഹൃദ ബന്ധമുണ്ട്. വ്യക്തിപരമായ സൗഹൃദത്തിന് ഒരു ദോഷവുമില്ല. കണ്ടാൽ ലോക്യം പറയും, കല്യാണത്തിന് പോകും, മരിച്ചാൽ പോകും. സൗഹാർദ്ദമുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമാവാം. അഡ്വാനിജി പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം, രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല, എതിരാളികളേ ഉള്ളൂ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.